TV സീരിയൽ നാടക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ സ്കാർ 1+ മീഡിയയുടെ വാർഷിക സമ്മേളനം മാവേലിക്കരയിൽ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര, സീരിയൽ, നാടക കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയായ സ്കാർ 1+ മീഡിയയുടെ വാർഷിക സമ്മേളനം മാവേലിക്കര നഗരസഭാ ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അനു ബോബി അധ്യക്ഷയായി. സംസ്കാര സാഹിതി സംസ്ഥാന സെക്രട്ടറി അനി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് വിചിത്ര മഹേഷ് ആമുഖപ്രസംഗം നടത്തി. സാഹിത്യകാരൻ VP ജയചന്ദ്രന് സ്കാർ 1+ മീഡിയ ഐക്കട്ട് അവാർഡ് ചടങ്ങിൽ സമ്മാനിച്ചു. P കലേഷ്, അഞ്ജലി, സംഗീത മഹേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് കൗൺസിലർ ഉമാദേവി ഇടശ്ശേരിൽ, സഞ്ജയ് ചുരുക്കുന്നിൽ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി N മോഹൻദാസ് സ്വാഗതവും കൺവീനർ അശോക് കുമാർ കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് സ്കാർ 1 മ്യൂസിക് ഷോയും സംഘടിപ്പിച്ചു. പണ്ടുള്ളതിനേക്കാളൊക്കെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ അവർക്ക് അവരുടെ ബുദ്ധി അതിനൊക്കെ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഏത് മേഖലയിലായാലും, കലാമേഖലയിലായാലും, സാഹിത്യ മേഖലയിലായാലും, ഏത് മേഖലയിലായാലും കുട്ടികളുടെ പുതിയ തലമുറ അതിനൊക്കെ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒട്ടേറെ കഴിവുകളുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിലൊക്കെ. പക്ഷെ അവരെയൊക്കെ കണ്ടെത്തി അവർക്ക് അനുയോജ്യമായ രീതിയിൽ അവരെ കൈപിടിച്ച് ഇടപെടാൻ പറ്റിയൊരു സാഹചര്യം ചിലപ്പോ എല്ലാവർക്കും കിട്ടുന്നില്ല എന്നുള്ളത്. പലർക്കും സാഹചര്യമില്ല. എന്നാൽ നമുക്കൊക്കെ അറിയാം, ചില കുഞ്ഞുങ്ങൾ നന്നായിട്ട് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങൾ കാണും. പക്ഷെ പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളെ അത് പ്രോത്സാഹിപ്പിച്ച് വിടുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊന്നും വീട്ടിലായാലും ചില ചുറ്റുപാടുകളിലൊക്കെ ഇല്ലാത്തവരായിരിക്കും. പക്ഷെ അതിനെ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ തീർച്ചയായിട്ടും ഒരു നല്ല പാട്ടുകാരിയായിട്ട് സമൂഹത്തിൽ അങ്ങനെ എല്ലാ ഏത് കലയായാലും ആ കലയെ പ്രോത്സാഹിപ്പിച്ചു വിടുക, കലയെ തിരിച്ചറിയുക ഒക്കെ എന്ന് പറയുമ്പോൾ അതൊരു കലാകാരനാണ്. നമ്മുടെ ശ്രീ മനു ഇവിടെ നിൽക്കുന്നുണ്ടോ? മനുവിന്റെ അച്ഛൻ ഒരു വലിയ കലാകാരനായിരുന്നു അവരേക്ക്. അപ്പൊ നമ്മൾ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് വിടുക. ചിലപ്പോ ആ ഒരു ടാലന്റ് മനുവിന് കിട്ടി കാണത്തില്ല, ചിലപ്പോ അച്ഛന്റെ ടാലന്റ് വേറൊന്നായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എനിക്കുള്ള ടാലന്റ് ആയിരിക്കത്തില്ല വേറൊരാൾക്കുള്ള. എല്ലാ മനുഷ്യ ജന്മങ്ങൾക്കും ഓരോരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഏത് തരം കഴിവാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എല്ലാവർക്കും ഇപ്പൊ ഒരേപോലുള്ള സീഡിംഗ് ന്യൂസ് കായംകുളം.